പ്രിയപ്പെട്ടവരെ, നവ ഫാസിസവും ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികളും ഇതാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം. അടിയന്തരാവസ്ഥയുടെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകൾ നിലനിൽക്കുന്ന ഒരു ദിനത്തിൽ ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഇങ്ങനെയൊരു ശില്പശാല സംഘടിപ്പിച്ചതിന് കേളുവേട്ടൻ പഠന കേന്ദ്രത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നവ ഫാസിസം എന്താണ് എന്ന് ചുരുക്കത്തിൽ സൂചിപ്പിക്കുകയും ഇന്ന് ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ കേരള പശ്ചാത്തലത്തിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന ഒരു ഹ്രസ്വഭാഷണമായിരിക്കും ആദ്യ ഭാഗത്തുണ്ടാവുക. അതിനുശേഷം നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം. കാരണം ഇപ്പോ പുതിയ രീതികൾ ആവിഷ്കരിക്കണമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീർഘമായി പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ അത് അത്രമാത്രം സംവേദനക്ഷമമാണോ എന്ന കാര്യത്തിലെല്ലാം പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. കേരള പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് ഏത് പശ്ചാത്തലത്തിലും ചർച്ചയാവുന്ന വിഷയം തന്നെ സർവദേശീയമായി ചർച്ച ചെയ്യാം. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യാം, സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യാം, കോഴിക്കോട് നഗരത്തിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സവിശേഷ സാഹചര്യങ്ങളിലും ചർച്ച ചെയ്യാം. പക്ഷെ പൊതുവെ കേരള പശ്ചാത്തലത്തിലാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് നവ ഫാസിസം? അത് കുറച്ച് ചർച്ചയായത് 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭത്തിലാണ്. നവ നിയോ ഫാസിസം നിലവിലുള്ളതിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിനോമിനിൽ നിന്ന് ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒന്ന് എന്ന അടയാളപ്പെടുത്തലാണ് നിയോ എന്ന പദം കൊണ്ട്, നവ എന്ന പദം കൊണ്ട് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ 22ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ അന്ന് സൂചിപ്പിച്ചത് അമിതാധികാര ഹിന്ദുത്വ വർഗീയതയുടെ ഗവൺമെന്റ് ഫാസിസ്റ്റിക് പ്രവണതകൾ ശക്തിപ്പെടുത്തുന്നതാണ്. ഫാസിസത്തിന്റേതായ പ്രവണതകളെ ശക്തിപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നതെന്നാണ് 22ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചത്. 23ാമത്തെ പാർട്ടി കോൺഗ്രസ് ആയപ്പോൾ ചെറിയ ഒരു മാറ്റം അതിനകത്ത് വരുത്തി. ഫാസിസ്റ്റിക് നടപടികളുള്ള RSSന്റെ അജണ്ടയുടെ പ്രയോഗമാണ് മോഡി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഇതാണ് 23ാം പാർട്ടി കോൺഗ്രസ് നടത്തിയത്. RSSന്റെ ആ ഫാസിസ്റ്റ് സംവിധാനത്തിന്റെ പ്രയോഗമാണ് BJP ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മധുരൈ പാർട്ടി കോൺഗ്രസ് ആയപ്പോൾ രാഷ്ട്രീയ പ്രമേയത്തിൽ ഒരു ചെറിയ മാറ്റം വന്നു. അത് നവ ഫാസിസ്റ്റിക് പ്രവണതകളാണ്. മോഡി ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്ന് CPIM ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. മോഡി ഗവൺമെന്റ് നവ ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണെന്നും CPIM ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്നത്, നിങ്ങൾ പാർട്ടി പരിപാടി വായിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ഒരു സ്ഥലത്ത് ഞാൻ ഒരു പുതിയ ഗ്രൂപ്പായിട്ട് സംസാരിച്ചപ്പോ പാർട്ടി പരിപാടി വായിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ അവർ പറഞ്ഞല്ല, പാർട്ടി പരിപാടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകം അത് വായിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. പാർട്ടി പരിപാടിയിൽ നമ്മൾ ഫാസിസ്റ്റിക് പ്രവണതകൾ എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചെന്നെ അറിയാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കേണ്ടവരാണല്ലോ, സമൂഹത്തെ പ്രത്യയശാസ്ത്രവൽക്കരിക്കേണ്ടവരാണ്. അങ്ങനെ സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും പ്രത്യയശാസ്ത്രവൽക്കരിക്കാനും കഴിയണമെങ്കിൽ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന സംവിധാനത്തിന് രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുണ്ടായിരിക്കണം. പാർട്ടി തീരുമാനം പാർട്ടി ബോധമായി വികസിക്കണം. പാർട്ടി നിലപാടുകൾ പാർട്ടി ബോധമായി വികസിക്കണം.
ഇപ്പൊ നമ്മുടെ പാർട്ടി ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണ് അല്ലേ? CPI അല്ലാത്തവർക്ക് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ടോ അല്ലേ? CPM ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണെന്ന് കരുതുന്നവർന്ന് കൈവയ്ക്ക്. ബഹുജന വിപ്ലവ പാർട്ടിയാണ് എന്ന് CPM നിർവചനം. ബഹുജന വിപ്ലവ പാർട്ടിയാണ് CPM എന്ന് കരുതുന്നവർ. ബാക്കി എല്ലാവരും എന്താ കരുതുന്നത്? തൊഴിലാളികൾക്ക് മാത്രമായിട്ട് ബഹുജന വിപ്ലവ പാർട്ടി ഉണ്ടാവും. വിപ്ലവ ബഹുജന പാർട്ടി അതിനോട് യോജിക്കുന്നവരെന്ന് കൈവയ്ക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഏതിനോടോ യോജിക്കുന്നേ? അതെ, വെറും ബഹുജന പാർട്ടിയാണോ? റെവല്യൂഷണറി പാർട്ടി വിത്ത് മാസ് ക്യാരക്ടറിസ്റ്റിക്സ്, ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി. ഇത് യഥാർത്ഥത്തിൽ കൽക്കത്ത പ്ലീനം ചർച്ച ചെയ്ത് എത്ര മണിക്കൂറുകളാണ് പ്രകാശ് കാരാട്ട് വിസ്തീരിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. സാർക്കിയ പ്ലീനത്തിൽ ബഹുജന വിപ്ലവ പാർട്ടിയായി. സാർക്കിയ പ്ലീനത്തിന് മുമ്പ് വിപ്ലവ പാർട്ടിയായിരുന്നു, പിന്നെ ബഹുജന വിപ്ലവ പാർട്ടിയായി. ഇപ്പോ അതിനുശേഷമുള്ള അനുഭവങ്ങളുടെ വിലയിരുത്തൽ കൽക്കട്ട പ്ലീനം നടത്തുകയുണ്ടായി. ഫലത്തിൽ ബഹുജന പാർട്ടിയും ആയില്ല, വിപ്ലവ പാർട്ടിയും ആയില്ല. ഇതാണ് സാർക്കിയ പ്ലീനത്തിന്റെ പ്രയോഗ അനുഭവം എന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് കൽക്കത്ത പ്ലീനം വിലയിരുത്തിയിട്ട് ബഹുജന സ്വഭാവമുള്ള വിപ്ലവ പാർട്ടി. ഇത് തന്നെ ഈ വന്നിരിക്കുന്നവരുടെ നമ്മുടെ പാർട്ടി നേതൃനിരയിൽ തന്നെ എത്ര പേർക്ക് അത് അവരുടെ ബോധമായി വികസിച്ചിട്ടുണ്ടാവും. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം എന്നുള്ളത്. പാർട്ടി ധാരണകൾ, പാർട്ടി നിലപാടുകൾ, പാർട്ടി തീരുമാനങ്ങൾ പാർട്ടി ബോധമായി വികസിക്കുന്നില്ല. പാർട്ടി ബോധമായി വികസിക്കണമെങ്കിൽ പാർട്ടി തീരുമാനവും പാർട്ടി നിലപാടും ഓരോ പാർട്ടി അംഗത്തിന്റെയും തുടർച്ചയിൽ പാർട്ടി ഘടകത്തിന്റെയും ബോധമായി വികസിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് പാർട്ടി ധാരണകൾ പൊതുസമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ, കൈമാറാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഈ നവഫാസിസം എന്നുള്ളത് കഴിഞ്ഞ മധുരൈ കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിലാണ്. അപ്പോൾ ഞാനത് വിസ്തീരിക്കാൻ 5 മിനിറ്റ് എടുത്തെന്നുള്ളൂ. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? വ്യത്യാസം മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഏതെല്ലാം വിഭാഗങ്ങളെ കൂടി ചേർത്താണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഫാസിസമാണെങ്കിൽ മുന്നണിയുടെ സ്വഭാവം മാറി. ദിമിത്രോവിന്റെ പുസ്തകമുണ്ടല്ലോ, ഫാസിസത്തിനെതിരായ ഐക്യമുന്നണി. ഫാസിസം വന്നാൽ സ്വഭാവം മാറി. ഫാസിസ്റ്റിക് പ്രവണതകൾക്കകത്തുള്ള പ്രവർത്തന സ്വഭാവമാകണമെന്നില്ല നവഫാസിസ്റ്റ് പ്രവണതകൾ ഉള്ള ഒരു ഭരണത്തിനകത്ത് വേണ്ടത്. അപ്പോ പ്രവർത്തനത്തിൽ കൂടെ വരേണ്ടവരും പ്രവർത്തിക്കേണ്ട രീതിയും എല്ലാം ഈ നിലപാടിനടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നവഫാസിസം എന്നുള്ളത് ക്ലാസിക്കൽ ഫാസിസം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ കടുപ്പുള്ള കുറച്ച് വാക്കുകൾ പ്രയോഗിക്കുന്ന ആളാണെന്ന് പൊതുവെ എല്ലാവർക്കും അറിയാലോ. പണ്ട് നമ്മള് മാർക്സിസം ക്ലാസ് എടുത്തിരുന്നു ഈ കോവിഡ് കാലഘട്ടത്തിൽ. മാനിഫെസ്റ്റോ, മാർക്സിസം അന്ന് കേട്ടവരുള്ള ഇത് വളരെ ലളിതമാണെന്ന് പറയും. ഇപ്പൊ ഓരോന്ന് അടർത്തിയെടുത്തിട്ട് ഏത് വന്നാലും ഇതങ്ങ് എടുത്തു വയ്ക്കും. വസ്തുനിഷ്ഠ ഘടകം, ആത്മനിഷ്ഠ ഘടകം എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരുമല്ലോ. അന്നത്തെ ക്ലാസ്സാണിത്. എന്ന് വെച്ചാൽ നിങ്ങൾ വേദം നോക്കിക്കോളൂ, വേദാന്തം നോക്കിക്കോളൂ, ഏത് ഫിലോസഫി നോക്കിയാലും ഒബ്ജക്റ്റീവ് റിയാലിറ്റീസ്, സബ്ജക്റ്റീവ് റിയാലിറ്റീസ് ഉണ്ടാവും. അതിന് മലയാളി ഇത് രണ്ടേ ഉള്ളൂ. അതൊന്നും വലിച്ചു നീട്ടി പറഞ്ഞാൽ ഇയാൾ എന്താ പറയണേന്ന് ചിലപ്പോൾ പറഞ്ഞെനിക്കെന്ന് തോന്നിപ്പോകും. ഇതാണ് ഇന്നത്തെ പ്രചരണ രീതിയുടെ ഒരു ഭാഗം. ഇപ്പൊ ക്ലാസിക്കൽ ഫാസിസം എന്ന് പറയുന്നത് ജർമ്മനി, ഇറ്റലി, മുസോളിനി, ഹിറ്റ്ലർ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ അന്ന് വന്ന ഇതാണ്. അതിനടിസ്ഥാനം 1926 തുടങ്ങി 30 വരെ നീണ്ടുനിന്ന മുതലാളിത്തത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയാണ് ദ ഗ്രേറ്റ് ക്രാഷ് എന്നറിയപ്പെടുന്ന ജോൺ കെന്നത്ത് ഗാൽബ്രേത്തിന്റെ ഒരു പുസ്തകത്തിൽ അതിന്റെ എങ്ങനെ ഫാസിസത്തിലേക്ക് മാറുന്നു എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്
ഏകാധിപത്യ രൂപത്തിലുള്ള ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് പോകുന്നത്. അന്നത്തെ ഫാസിസം അധികാരമേറ്റതിനു ശേഷം ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം ഇല്ലാതാക്കി, പൂർണ്ണമായും ഏകാധിപത്യ രൂപത്തിലേക്ക് മാറി. നവഫാസിസം ജനാധിപത്യ സംവിധാനങ്ങളെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ ആധിപത്യം ഉറപ്പിക്കാവുന്ന രൂപത്തിൽ മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജനാധിപത്യത്തിൽ തന്നെയാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി തന്നെ ജീവിക്കാം. പക്ഷെ ജനാധിപത്യം എന്താണോ അതിനനുസൃതമായിരിക്കുകയില്ല ജീവിതം. മറ്റ് നേരിട്ട് തന്നെ നിങ്ങളുടെ അടിയന്തരാവസ്ഥ ഒരു അർദ്ധ ഫാസിസ്റ്റിക് വാഴ്ച എന്നാണ് അന്നത്തെ, അല്ലെങ്കിൽ ബംഗാളിലുണ്ടായ അനുഭവങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുമല്ലോ. അപ്പൊ അത് അന്നത്തെ മുതലാളിത്ത പ്രതിസന്ധിയാണ്. ഇവിടെ അടിയന്തരാവസ്ഥ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുമല്ലോ, ഇന്ത്യൻ ഭരണവർഗ പ്രതിസന്ധി എങ്ങനെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചു എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ അന്ന് പൂർണ്ണമായിട്ടും ഏകാധിപത്യം അടിച്ചമർത്തലുകളായിരുന്നു. ഇന്ന് ജനാധിപത്യത്തെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് പറ്റുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് നന്നായിട്ട് തന്നെ നടത്തും. നമ്മൾ വോട്ട് ചെയ്യുന്നു എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ഫലം എന്താണെന്ന് ഉറപ്പു പറയാൻ പറ്റില്ല, അതിനുള്ള സംവിധാനങ്ങൾ വേറെയായിരിക്കും. ഇനി ഇത് ചോദ്യം ചെയ്യാൻ നമ്മൾ പോയാൽ കോടതികൾ വിശാലമായ വ്യാഖ്യാനങ്ങൾ നടത്തും. വിധി പക്ഷം മിക്കവാറും ഈ സംവിധാനത്തിന് അനുകൂലം. ഭരണകൂട ഉപകരണങ്ങളെല്ലാം ഈ രൂപത്തിൽ മാറ്റും. യഥാർത്ഥത്തിൽ ഈ ആധിപത്യം നിലനിർത്തുന്നത് പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. കൂടുതൽ അടിച്ചമർത്തിക്കൊണ്ടല്ല. അടിച്ചമർത്തൽ ഉണ്ടാവും, അത് ക്ലാസിക്കൽ ഫാസിസത്തിന്റെ പോലെയല്ല. ഈ നവഫാസിസം ഈ രൂപത്തിലാണ് പ്രവർത്തിക്കുക. അതിൽ കുടിയേറ്റക്കാർ, വംശം, മതം ഇതിനെയെല്ലാം ശത്രുപക്ഷത്ത് സ്ഥാപിക്കും. ഉന്മൂലനത്തിന്റേതായ രീതി സ്വീകരിക്കില്ല. നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷെ ഒരു വിധേയത്വത്തോടുകൂടി ജീവിക്കാം. ആ അവസരം നൽകുന്നതായിരിക്കും. അതിന് ആധുനിക രീതികളെയും സാങ്കേതിക വിദ്യയും എല്ലാം തന്നെ വളരെ സമർത്ഥമായി ഇവർ ഉപയോഗിക്കുകയും ചെയ്യും. ഇതാണ് നവഫാസിസത്തിന്റെ പ്രത്യേകത. നവഫാസിസം നവലിബറലിസത്തിന്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. എപ്പോഴും ഒരു അടിത്തറ ഉണ്ടാവും. ആ അടിത്തറ ഫാസിസം വരുന്നത് അന്നത്തെ മുതലാളിത്തത്തിന്റെ പ്രതിസന്ധിയിൽ നിന്നാണ്. അതിലാണ് യുദ്ധങ്ങൾ, അടിച്ചമർത്തലുകൾ, പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുന്ന ഏകാധിപത്യ രൂപങ്ങൾ, അതിലേക്ക് അന്ന് വന്നത്. നവലിബറലിസത്തിന്റെ തുടക്കം ഓർമ്മയുണ്ടായിരിക്കും. അതാണ് ആഗോളവൽക്കരണത്തിലേക്ക് എത്തിയത്. ആഗോളവൽക്കരണം എന്നുള്ളത് അതിരുകളില്ലാത്ത മൂലധനത്തിന്റെയും ചരക്കുകളുടെയും പ്രയാണമായിരുന്നു. അന്ന് അമേരിക്ക പറഞ്ഞത് മതിലെല്ലാം പൊളിക്കണമെന്നാണ്. ഏത് മതില്? നികുതിയുടെ താരിഫുകളുടെ മതിലുകൾ പൊളിക്കണം, മൂലധനം സ്വതന്ത്രമായി ഒഴുകണം, ചരക്കുകൾ സ്വതന്ത്രമായി ഒഴുകണം. അപ്പൊ നമ്മൾ പറഞ്ഞു മാനവ വിഭവശേഷി സ്വതന്ത്രമായി ഒഴുകണ്ടേ? അപ്പൊ അത് അന്ന് സംഭവിച്ചിരുന്നില്ല. ബാക്കിയെല്ലാം ഒഴുകണം എന്ന് പറഞ്ഞു. അന്ന് എല്ലാവരോടും മതിലല്ല, ചെറിയ വേലി കെട്ടിയത് പോലും എടുത്തു കളയണമെന്ന് അന്തർദേശീയ ഉടമ്പടികളിലൂടെ നിർബന്ധിച്ചിരുന്ന ആളുകൾ ഇപ്പോ അവരുടെ രാജ്യത്ത് വലിയ ജയിലിനേക്കാൾ ഉയരമുള്ള മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മതിൽ ഇടയ്ക്ക് കൂട്ടും, ഇടയ്ക്ക് ഉയർത്തും. എല്ലാ രാജ്യങ്ങളും ഈ രൂപത്തിലേക്ക്, മുതലാളിത്ത സാമ്രാജ്യത്തെ രാജ്യങ്ങൾ ഈ രൂപത്തിലേക്ക് മാറുന്നു. ഈ പ്രതിസന്ധി അവരുടെ വിപണനവുമായി ബന്ധപ്പെട്ട്, കമ്പോളവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രതിസന്ധിയാണ്. ആ ഭാഗത്ത് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. സമ്പദ്ഘടന നിങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ നവഫാസിസത്തിന്റെ രൂപം. ജനാധിപത്യ സംവിധാനങ്ങളെ തന്നെ അവർക്ക് പറ്റാവുന്ന രൂപത്തിൽ മാറ്റി തീർത്ത് ജനാധിപത്യത്തിൽ ജീവിക്കുന്നു എന്നിട്ട് മറ്റേ തവളെ നേരെ കൊല്ലം ചെയ്യാം. ഇപ്പൊ അത് വെള്ളത്തിലിട്ട് പതുക്കെ ചെറുതായിട്ട് ചൂടാക്കും. തവളയ്ക്ക് നല്ല രസമായിരിക്കും. ഈ ചെറിയ ചൂടിൽ ഇങ്ങനെ രസിച്ച് വരുമ്പോഴേക്കും വെള്ളം തിളച്ചങ്ങ് തവള മരിക്കുന്നത് അറിയുന്നതിനും ഉള്ള ഒരു ഇടവേള പോലും കിട്ടില്ല. ഫാസിസം നേരെ വെള്ളത്തിലേക്ക് എടുത്തിടും. നിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാകും, വേറെ ഇടാം. തവള പെട്ടെന്ന് അതിനകത്ത് ഈ ചത്തുപോകുന്ന സാഹചര്യമാണെങ്കിൽ ഇത് ആസ്വദിച്ച് മരിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാതെ തന്നെ ഇതിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. അതാണ് നവഫാസിസം ചെയ്യുന്ന രീതി എന്നുള്ളത്. കാഫ്കയുടെ മനോഹരമായ ഒരു കഥയുണ്ട്. ഒരു വർണ്ണങ്ങളിലേക്ക് ഒരു എലി ഓടിക്കേറും. വർണ്ണങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഓടിക്കേറി പല നിറങ്ങൾ, പണ്ട് ആഗോളവൽക്കരണ കാലത്ത് പറഞ്ഞിരുന്ന കഥയാണ്, ഇപ്പോഴും പ്രസക്തമാണ്. ഈ വർണ്ണങ്ങൾ കാണുമ്പോൾ എലി തുള്ളിച്ചാടാൻ തുടങ്ങും.
കുറെ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ആകർഷിച്ച വർണ്ണങ്ങൾ എന്തോ കുഴപ്പമുണ്ടല്ലോ, അധികം ഓടാൻ പറ്റുന്നില്ല. നോക്കിയപ്പോൾ കമ്പി അഴികളുടെ വർണ്ണങ്ങളായിരുന്നു. വർണ്ണ ശബളമായിരുന്നു, പക്ഷെ കമ്പി അഴികളുടേതായിരുന്നു. പരിഭ്രമിച്ചെലി രക്ഷപ്പെടാൻ നോക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് പൂച്ച. എലിയെ തന്നെ കൗതുകത്തോടുകൂടി ഇയാളുടെ ഈ പരിഭ്രമങ്ങളൊക്കെ വീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് പൂച്ച എലിയോട് പറയും, നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? ഇത് ജനാധിപത്യമാണല്ലോ, നിനക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, നീ തന്നെ തീരുമാനിച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരണോ നീ ഇങ്ങോട്ട് വരുന്നു. ഇതാണ് കാഫ്കയുടെ കഥ. അപ്പോ നമ്മൾ പെടുന്ന ഒരവസ്ഥയിൽ പിന്നെ നമുക്കൊരു അവസരമുണ്ട് എന്ന് പറയുന്ന ആ ഒരു പുതിയ രീതി നവഫാസിസം ഉപയോഗിക്കുന്നു എന്ന് കാണണം. നവഫാസിസത്തിന്റെ ഈ പ്രവണതകൾ ഇന്ത്യയിൽ പ്രകടിതമാകുന്നത് BJP നയിക്കുന്ന ഗവൺമെന്റിലൂടെയാണ്. നമ്മൾ അതിനെ വർഗീയത എന്ന് പറയുന്നു. ഈ വർഗീയത അത് നേരിടുന്നതിൽ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ പൊതുവെ വന്ന പരിമിതികൾ, വീഴ്ചകൾ പലരും വിലയിരുത്തുന്നുണ്ട്. ആദ്യം കണ്ടിരുന്നത് ഈ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള എല്ലാവരും ചേർന്നുള്ള സമരം വഴി വർഗീയമായ കാഴ്ചപ്പാടുകൾ മറികടക്കാൻ കഴിയുമെന്നായിരുന്നു. ഇതായിരുന്നു നെഹ്റു ഉൾപ്പെടെയുള്ള കാഴ്ചപ്പാട്. നമ്മുടെ കാഴ്ചപ്പാട് സാമൂഹ്യ വിമോചന പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമരം, വിമോചന പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു വർഗബോധം, ഐക്യം, അതുവഴി വർഗീയതയും മറികടക്കാൻ കഴിയും. എന്നാൽ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ളത് ഒരു ദൈർഘ്യമേറിയ പ്രക്രിയയാണെന്നും വർഗീയത ഒരു പ്രത്യയശാസ്ത്രമാണ് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ തലങ്ങളിലും ഇടപെടുന്നതിൽ ദൗർബല്യങ്ങളുണ്ടായി എന്നതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം. വർഗീയതയെ ഒരു വർഗീയ കലാപം വന്നു. അപ്പോൾ വർഗീയത വന്നു, നമ്മളെല്ലാവരും ചേർന്നു മതനിരപേക്ഷ സദസ്സ് നടത്തി, നല്ല പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ നടത്തി, യോജിപ്പുണ്ടായി, കലാപം തീർന്നു, ഇത് കേരളമാണ് എന്ന് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു പറയും. പക്ഷെ വർഗീയത, ആ കലാപം എന്നുള്ളത് അതിന്റെ ഒരു പ്രകടിത രൂപം മാത്രമാണ്. വർഗീയത പ്രവർത്തിക്കുന്നത് പല തലങ്ങളിലൂടെയാണ്. വർഗീയതയുടെ ഏറ്റവും ലളിതമായ ഒരു നിർവചനം മതത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മതം ഒരു മുഖംമൂടി മാത്രമാണ്. ശരിക്കും വർഗീയത ആ മതവിശ്വാസികൾക്കും ശത്രുവാണ്. ഇതാണ് വർഗീയതയെ നാം കാണേണ്ടത്. വർഗീയത മതത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ്, പക്ഷെ മതം ഒരു മുഖംമൂടി മാത്രമാണ്. വർഗീയത ഏത് വർഗീയതയാണെങ്കിലും ആ സമുദായത്തിൽ അല്ലെങ്കിൽ ആ മതവിശ്വാസികൾക്ക് കൂടി എതിരാണ്. നമ്മൾ മതവിശ്വാസത്തെയാണ് വളരെ സമർത്ഥമായി ഇവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോ വർഗീയതയുടെ ഈ പ്രയോഗം ഇന്ത്യയിൽ ഭൂരിപക്ഷ എല്ലാ വർഗീയതയ്ക്കും ഇവർ ഒരേപോലെ നിലപാട് സ്വീകരിച്ചോളൂ. ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത, ഇത് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരെയുള്ള നിലപാട് പ്രയോഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഭൂരിപക്ഷ വർഗീയതയ്ക്കാണ് ഇന്ത്യ പോലെ ഏത് രാജ്യത്തും ഒരു സംവിധാനത്തിനകത്ത് ഫാസിസത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷേ ന്യൂനപക്ഷ വർഗീയതയും ഏത് സ്വഭാവത്തിലുള്ള വർഗീയതയും എതിർക്കാതെ ഭൂരിപക്ഷ വർഗീയതയെ മാത്രം നിങ്ങൾ എതിർത്താൽ ആ മുന്നണി ദുർബലമാകും. എന്ന് മാത്രമല്ല, ബിപിൻ ചന്ദ്രയെ പോലുള്ള ആളുകൾ പറയുന്നത്, നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഹിന്ദുക്കൾ സംഘടിക്കുവാന് മാത്രമാണ് ഇവർക്ക് കുഴപ്പമുള്ളൂ, ബാക്കിയുള്ളവർ സംഘടിക്കുന്നതിന് ഇവർക്കൊരു കുഴപ്പമില്ല. ഇത് ഭൂരിപക്ഷത്തിനകത്തുള്ള മതനിരപേക്ഷവാദികളിലും വർഗീയ ചിന്ത ശക്തിപ്പെടുത്തുന്നതിന് മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് വർഗീയത പരസ്പരം ശക്തിപ്പെടുന്നതാണ്. ഒരു വർഗീയത പറയുന്നത് അവർക്കെതിരെയുള്ള പ്രതിരോധമാണ് ഞങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ അവർ നടത്തുന്ന വിവേചനത്തിനെതിരെയുള്ള പ്രതിരോധമാണെന്ന് പറയും, അല്ലെങ്കിൽ പറയും അവർ സംഘടിച്ച് അന്യായമായിട്ടുള്ള കാര്യങ്ങൾ നേടുന്നതിനെതിരെയുള്ള പ്രതിരോധമാണ് എന്ന് പറയും. ഇതെല്ലാം പരസ്പരം ശക്തിപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് EMS ഒരിക്കൽ പറഞ്ഞത്, ന്യൂനപക്ഷം എത്ര സംഘടിച്ചാലും ഭൂരിപക്ഷമാവില്ല. ന്യൂനപക്ഷവും ഭൂരിപക്ഷത്തിനകത്ത് മതനിരപേക്ഷവാദികളും ഒന്നിച്ചു നടത്തുന്ന പ്രവർത്തനം കൊണ്ട് മാത്രമേ വർഗീയതയെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണത്തെയും പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് പ്രവണതകളും, രണ്ടല്ല മൂന്നാകാം, നാലാകാം, പലതരത്തിലാകാം, ഏത് രാജ്യത്താകാം, അത്തരം പ്രശ്നങ്ങൾ നമ്മൾ എതിർക്കേണ്ടതുണ്ട്.
BJP ചെയ്യുന്നത്, ഞാൻ പോയിന്റുകൾ പറയുള്ളൂ, അത് സഹാക്കളുടെ ചോദ്യോത്തരങ്ങളായിട്ട് പ്രതികരിക്കാം. ജാതീയമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ഒന്നിപ്പിക്കുക. ഇതാണ് ഇന്ത്യയിൽ BJP ചെയ്യുന്ന രീതി. ജാതീയമായി ഭിന്നിപ്പിക്കുക, വർഗീയമായി ഒന്നിപ്പിക്കുക. ഇതിന് അവർ ശക്തമായി ഉപയോഗിക്കുന്ന ഒന്നാണ് സ്വത്വ രാഷ്ട്രീയം. സ്വത്വ രാഷ്ട്രീയം ഭിന്നിപ്പിക്കലിന്റേതാണ്. അപ്പോ സ്വത്വബോധം ശരിയായ ഒന്നാണ്. ഇപ്പൊ പറയല്ലോ മതമാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ രണ്ടു തരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ചിലർ പറയും മതം ഒരു പ്രശ്നമേ അല്ല എന്ന് പറയും. ചിലർ പറയും മതം മാത്രമാണ് പ്രശ്നം, മതാടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇത് രണ്ട് എക്സ്ട്രീമാണ്. മതം ഒരു പ്രശ്നമല്ല എന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കുടിയേറ്റം ഒരു പ്രശ്നമല്ല എന്ന് മറ്റൊരു രാജ്യത്തിന്റെ സാഹചര്യത്തിലും പറയാൻ പറ്റില്ല. നിങ്ങൾ ന്യൂനപക്ഷമാണ്, അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി ഒരു അരക്ഷിതാവസ്ഥയുടേതാണ്. ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ഭയപ്പെടുത്തലിന്റേതാണ്. ഒരു ദളിത് ഐഡന്റിറ്റിയും ഇന്നത്തെ ഇന്ത്യയിൽ ഒരു അരക്ഷിതാവസ്ഥയുടേതാണ്, ഒരു ഭയപ്പെടുത്തലിന്റേതാണ്. എന്നാൽ മുസ്ലിം എന്ന നിലയിൽ മതാടിസ്ഥാനത്തിൽ സംഘടിച്ചുകൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നതോടുകൂടി അപ്പുറത്തെ ശക്തിപ്പെടുത്തൽ മാത്രമായി മാറും. സ്വത്വബോധം, സ്വത്വ രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. നമ്മുടെ പല വിദഗ്ധരും ഇതിനെ തെറ്റായ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ദളിത് തൊഴിലാളി നേരത്തെ നമ്മൾ കണ്ടിരുന്നത് വർഗപരമായ ചൂഷണത്തെ നേരിടുന്നു. ആ ചൂഷണം അവസാനിച്ചു കഴിഞ്ഞാൽ, വർഗരഹിതത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നവും പരിഹാരമാകും. ഇതാണ് പണ്ടത്തെ കാഴ്ചപ്പാട്. പക്ഷെ പ്രയോഗത്തിൽ അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ സ്വീകരിച്ച സൈദ്ധാന്തിക നിലപാട് ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പൊ കേരളത്തിലെ പ്രയോഗം അങ്ങനെയായിരുന്നില്ല. സാമൂഹ്യമായ വിവേചനങ്ങൾക്കെതിരെയുള്ള ഒത്തിരി പോരാട്ടം നടത്തിയിരുന്നു. തമിഴ്നാട്ടിൽ അങ്ങനെയായിരുന്നില്ല. പക്ഷെ ഐഡിയോളജിക്കൽ പൊസിഷൻ എങ്ങനെ നിന്നിരുന്നു ആദ്യം. പിന്നെ ആ നിലപാട് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി മാറ്റി. തൊഴിലാളി എന്ന നിലയിലുള്ള സാമ്പത്തിക ചൂഷണത്തെ നേരിടുന്നതോടൊപ്പം ഒരു ദളിത് തൊഴിലാളി ദളിതനെന്ന നിലയിലുള്ള സാമൂഹ്യ വിവേചനത്തെയും നേരിടുന്നുണ്ട്. സാമൂഹ്യ വിവേചനത്തിന്റെ പ്രശ്നവും സാമ്പത്തിക ചൂഷണത്തിന്റെ പ്രശ്നവും, സാമൂഹ്യ പ്രശ്നവും വർഗപ്രശ്നവും ഒരേപോലെ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ തൊഴിലാളി എന്ന നിലയിലുള്ള സാമ്പത്തിക ചൂഷണത്തെ, വർഗപ്രശ്നത്തെ നേരിടുന്നതോടൊപ്പം തന്നെ സ്ത്രീ എന്ന നിലയിലുള്ള ലിംഗപരവും സാമൂഹ്യവുമായ വിവേചനത്തെയും നേരിടുന്നുണ്ട്. ഈ രണ്ട് പ്രശ്നവും ഒന്നിച്ചേറ്റെടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് സൗ പ്രകാശ് കാരാട്ട് കൊസാംബിയെ അനുസ്മരിച്ചുകൊണ്ട് പറയുമ്പോൾ ജാതിയും ഒരു പ്രാഥമിക ഘട്ടത്തിലുള്ള വർഗമാണ് എന്ന നിരീക്ഷണം നടത്തുന്നത്. ഇത് പ്രധാനപ്പെട്ടതാണ്. സാമൂഹ്യ പ്രശ്നം, വർഗപ്രശ്നം, ഇത് രണ്ടും ഒന്നിച്ച് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തമാണ് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിനുള്ളത്. എപ്പോ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിൽ ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നുവോ, അപ്പോ സ്വത്വ രാഷ്ട്രീയം ആ പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ മേഖലയിൽ ശക്തമായി ഇടപെട്ട് അവരെ സംഘടിപ്പിക്കാൻ തുടങ്ങും. സ്വത്വ രാഷ്ട്രീയം ഒരു ഉത്തരാധുനികതയുടെ ഭാഗമാണ്. ഈ ബൃഹത്താഖ്യായികളൊന്നും വേണ്ട. മാർക്സിസം ഇല്ല, സോഷ്യലിസം ഇല്ല, മുതലാളിത്തമില്ല. വർഗം തന്നെ ഒരു സ്വത്വം മാത്രമാണ്. ചെറിയ ചെറിയ കൂട്ടായ്മകൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ഒരു സ്വത്വത്തിന്റെ പ്രശ്നം ആ സ്വത്വത്തിനകത്തുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് അവർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് അവിടെ പ്രസക്തിയില്ല. ദളിത് പ്രശ്നം ദളിതർ മാത്രം ഏറ്റെടുക്കേണ്ടതാണ്. സ്ത്രീ പ്രശ്നം സ്ത്രീകളുടെ മാത്രമാണ്. മുസ്ലിം പ്രശ്നം മുസ്ലിം മാത്രം ചെയ്യേണ്ടതാണ്. ഈ രൂപത്തിലുള്ള സ്വത്വപരമായിട്ടുള്ള വിഭജനങ്ങൾ വളരെ ശക്തമായി സ്വത്വ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ സ്വത്വ രാഷ്ട്രീയം എന്നുള്ളത് ഇന്നത്തെ ഈ നവഫാസിസത്തിന്റെ കാലത്ത് ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ കൂടിയാണ്. രണ്ടും കണക്റ്റഡ് ആണ്. സ്വത്വ രാഷ്ട്രീയം എന്നുള്ളത് ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന വെല്ലുവിളി കൂടിയാണ്. ഇതിന്റെ അതിർവരമ്പ് വളരെ ലോലമാണ്. അതുകൊണ്ട് ബിപിൻ ചന്ദ്ര ഈ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിക്കകത്തൊക്കെ എങ്ങനെയാണ് പല ജമാഅത്ത് ഇസ്ലാമി, മറ്റു മുസ്ലിം സംഘടനകൾ മുസ്ലിം പ്രശ്നത്തെ, വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന വിവേചനത്തെ ഉപയോഗിച്ചുകൊണ്ട്
ഇടപെടുന്നു എന്നത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബിപിൻ ചന്ദ്ര പറയുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടത് അധ്യാപകർ, വിദ്യാർത്ഥികൾ, പുരോഗമന സംഘടനകൾ എല്ലാവരും ചേർന്ന് ഏറ്റെടുക്കേണ്ട ഒരു പ്രശ്നമാണ്. സാമൂഹ്യമായോ അല്ലെങ്കിൽ അക്കാദമികപരമായോ സാമ്പത്തികപരമായോ ആ ക്യാമ്പസിനകത്ത് അവർ നേരിടുന്ന വിവേചനത്തെ അങ്ങനെ ഏറ്റെടുക്കുന്നതിൽ ദൗർബല്യം ഉണ്ടാകുമ്പോൾ ആ വാക്വത്തിലേക്കാണ് ഇവര് കയറുന്നത്. അത് എളുപ്പത്തിൽ ചെലവാകുന്ന ഒന്നായി മാറുന്നു. അത് അവിടെ മാത്രമല്ല, കേരളത്തിലും ഇപ്പൊ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി തന്നെ കാണേണ്ടതുണ്ട്. സ്വത്വ പ്രശ്നം അങ്ങനെയാണ് വരുന്നത്. വർഗ ഐക്യം ഉണ്ടാകുമ്പോൾ വർഗീയതയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ വർഗ ഐക്യം കൊണ്ട് മാത്രം വർഗീയതയെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതൊരു ഭാഗം മാത്രമാണ്. ഡോക്ടർ പ്രഭാത് പട്നായിക് വർഗീയതയും വർഗസമരവും എന്ന ഒരു ലേഖനത്തിൽ BTRനെ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ BTRന്റെ ഒരു അദ്ദേഹം മഹാരാഷ്ട്രയിലെ പഴയകാല തൊഴിലാളി സമരങ്ങളുടെ അനുഭവം പറയുന്നുണ്ട്. വളരെ ശക്തമായ തൊഴിലാളി പണിമുടക്കം നടക്കും. അന്ന് ഇന്നത്തെക്കാളും വളരെ ശക്തമാണല്ലോ മഹാരാഷ്ട്ര, മുംബൈ സമരങ്ങളൊക്കെ. ഇപ്പോഴും കർഷക സമരങ്ങളും തൊഴിലാളി സമരം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. പക്ഷെ അന്ന് ഒരു കാലത്ത് വലിയ സമരങ്ങളുടെ കേന്ദ്രമായിരുന്നു. അപ്പോ ആ സമരം മുസ്ലിം ഹിന്ദു ഐക്യത്തിന്റെ ശക്തമായ പ്രകടനം. തൊഴിലാളി ഐക്യമാണ്, മുസ്ലിം ഹിന്ദു എന്നൊന്നും വരുന്നേ ഇല്ല. തൊഴിലാളിയുടെ വർഗബോധമാണ്, മറ്റേ ബോധത്തെ മറികടക്കുന്ന വർഗബോധമാണ് ആ പണിമുടക്കങ്ങളെ ശ്രദ്ധേയമാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ എപ്പോഴാണോ വിജയകരമായി പണിമുടക്കങ്ങൾ നടക്കുന്നത്, അതിന്റെ വിജയാരവങ്ങൾ അടങ്ങുന്നതിന് മുൻപ് വളരെ ബോധപൂർവം തന്നെ ബോംബെയിൽ അല്ലെങ്കിൽ അന്നത്തെ മഹാരാഷ്ട്രയിലെ ഈ പണിമുടക്കം നടക്കുന്ന മേഖലകളിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാറുണ്ടായിരുന്നു. ഈ ഐക്യത്തെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമായിട്ടാണ് BTR അതിനെ വായിച്ചെടുക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അത്തരത്തിലുള്ള വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യും. ഒരു പണിമുടക്കത്തിലൂടെ രൂപം കൊള്ളുന്ന ഈ വർഗീയതയെ മറികടക്കുന്ന വർഗ ഐക്യത്തെ ദുർബലപ്പെടുത്താനായി ബോധപൂർവം വർഗീയ ശക്തികൾ വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ചില പ്രസംഗങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ലളിതവൽക്കരണമാണെന്ന് വേണമെങ്കിൽ തോന്നാം. 1992 പ്രത്യേകത എന്താണ്? ബാബറി പള്ളി തകർക്കൽ അന്ന് ഉത്ഭവിച്ചൊരു ആശയമല്ല, അത് ദൈർഘ്യമേറിയ പദ്ധതിയുടെ ഒരു സവിശേഷ ഘട്ടം മാത്രമാണ്. എന്താ 92 പ്രത്യേകത? 1991 കഴിഞ്ഞിട്ടാണ് 1992. സാധാരണ 91 കഴിഞ്ഞിട്ട് 92 വരുന്നതിനെ പ്രത്യേകത എന്ന മലയാള വാക്കുകൊണ്ടല്ല നമ്മൾ പരാമർശിക്കുക, സ്വാഭാവികതയാണ്. എത്ര പറഞ്ഞാലും 92 വരുള്ളൂ 91 കഴിഞ്ഞാൽ. 91 പുതിയ സാമ്പത്തിക നയം, 91 മുമ്പും 91 ശേഷവും എന്ന് വേണമെങ്കിൽ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ എക്കണോമിയെയും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ പരിണാമങ്ങളെയും വേണമെങ്കിൽ നമുക്ക് വിഭജിക്കാം. ഈ 91 ഈ നയങ്ങൾക്ക് ഇവർക്ക് വലിയ പോരാട്ടം വരികയാണ്. ആ ഘട്ടത്തിൽ തന്നെയാണ് ബാബറി മസ്ജിദ് തൊട്ടടുത്ത വർഷം തകർക്കപ്പെടുന്നത്. എന്നാൽ അതായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ചയുടെ ഉദ്ദേശം തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് BTR പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണോ വിജയകരമായിട്ടുള്ള പോരാട്ടങ്ങൾ വരുന്നത്, ആ സന്ദർഭത്തിൽ തന്നെ ആരവങ്ങൾ അടങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ പോരാട്ടത്തിന്റെ വീര്യം കത്തി നിൽക്കുമ്പോൾ തന്നെ ഭിന്നിപ്പിന് പറ്റുന്ന ഏറ്റവും ശക്തമായ ആയുധം വർഗീയതയാണ് എന്ന് വർഗീയ ശക്തികൾക്ക് അറിയാമെന്നുള്ളതാണ്. അതാണ്, ഇതൊരു കേവല നിരീക്ഷണമാണ്. അതുകൊണ്ട് നാളെ 91 ഇത് മൻമോഹൻ സിംഗ് ഇത് നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ബാബറി മസ്ജിദ് വളരെ സുരക്ഷിതമായിരുന്നു എന്ന് ഇത് അടർത്തെടുത്തിട്ട് നാളെ സോഷ്യൽ മീഡിയയിൽ ഓടിക്കാനുള്ളതല്ല. ഇത് ഒരു ഭാഗം മാത്രമാണ്, ഇത്തരം ഒരു ഭാഗം മാത്രമാണ്. ഇടതുപക്ഷത്തിന്റെ പ്രതിരോധം എന്ത്? ഇതാണ് എന്റെ അടുത്ത പോയിന്റ്. നിങ്ങളിപ്പോ ബംഗാൾ നോക്കൂ. ബംഗാൾ 3-2 ഭൂരിപക്ഷമാണിപ്പോ BJPക്ക്. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ വഴി വെട്ടിയത് കൃത്യമായ ഒരു വഴിവെട്ടലാണ് ഉണ്ടായത്. നിങ്ങൾ 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നോക്കിക്കോളൂ. 1952 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ഹിന്ദുത്വ ബ്ലോക്കിന് 10 MP-മാരുണ്ടായിരുന്നു. നമ്മുടെ നരേറ്റീവ് ഇങ്ങനെയല്ല, 2 സീറ്റേ ഈ വർഗീയ ശക്തികൾക്ക് എന്തായുള്ളൂ.
ആ വർഗീയ ശക്തിയും ശക്തമായിരുന്ന ഇടതുപക്ഷവും ചേർന്ന് കോൺഗ്രസിനെ എതിർക്കാൻ VP സിംഗിനെ പിന്തുണച്ചു. അതാണ് BJP ഇന്ത്യയിൽ വളരാനിടയായത്. ഇതാണല്ലോ പൊതു നരേറ്റീവ്. യഥാർത്ഥത്തിൽ പിന്തുണ 2 സീറ്റ് ഉണ്ടെങ്കിൽ ആരെങ്കിലും അവരെ കൊണ്ട് പിന്തുണപ്പിക്കൂ? അന്ന് 85 സീറ്റുണ്ട്. പക്ഷെ ബോധം എങ്ങനെ നിൽക്കുക? നമ്മുടെ പൊതുബോധം 2 സീറ്റിൽ അന്ന് ഉണ്ടായുള്ളൂ. പിന്നെ നമ്മൾ അന്ന് പിന്തുണച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവരുടെ ചിന്തയുണ്ടാവും. അന്ന് 85 ഉണ്ട്. ജനസംഘത്തിന് നേരത്തെ 35 സീറ്റുണ്ട് ഇന്ത്യയിൽ. BJP തുടക്കമല്ല, ഒരു തുടർച്ചയാണ്. ഒരു തുടർച്ച മാത്രമാണ്. 77 അടിയന്തരാവസ്ഥയ്ക്ക് സന്ദർഭത്തിൽ പോരാട്ടങ്ങൾ ജനതാ പാർട്ടി, അതിനകത്തേക്ക് ജനസംഘം വന്നു. അത് എല്ലാവരും ചേർന്ന് അതിനു മുൻപുള്ള ജനസംഘം, അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 35 സീറ്റുണ്ട് 67 ഇന്ത്യൻ പാർലമെന്റിൽ. 1952 ഇന്ത്യൻ പാർലമെന്റിൽ ഈ ഹിന്ദുത്വയ്ക്ക് 10 സീറ്റുണ്ട്, ജനസംഘമുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭ, രാമന്റെ പേരിലുള്ള പാർട്ടി എന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് 10 സീറ്റുണ്ട്. ഈ 10 സീറ്റിൽ 3 സീറ്റ് സംഭാവന ചെയ്ത സംസ്ഥാനത്തിന്റെ പേരാണ് പശ്ചിമ ബംഗാൾ. ആ 10 അംഗ ഗ്രൂപ്പിന്റെ നേതാവായി അന്ന് പ്രവർത്തിച്ച ആളെ ജയിപ്പിച്ച മണ്ഡലം കൽക്കത്തയാണ്, ബംഗാളിലാണ്, ശ്യാമപ്രസാദ് മുഖർജി. അപ്പൊ 1952 3 MP വിജയിപ്പിച്ച ബംഗാൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിന്ദുത്വ എല്ലായിടത്തും ഇത്ര ശക്തി അല്ലാതിരുന്ന കാലഘട്ടത്തിലും അവിടെ ഹിന്ദുത്വയ്ക്ക് ഈ സ്വാധീനമുണ്ടായിരുന്നു എന്നുകൂടി കാണണം. ബംഗാൾ വിഭജനം, അതിനുശേഷമുള്ള വർഗീയ ധ്രുവീകരണം, മുസ്ലിം ഹിന്ദു ധ്രുവീകരണം, അതിനെ കൂടി സമർത്ഥമായി ഉപയോഗിച്ചിട്ടുള്ള ഹിന്ദുത്വ പ്രചാരവേലകൾ, അതാണ് ഈ 10 സീറ്റിൽ 3 അവിടെ നിന്ന് വന്നത്. ഈ ഗ്രൂപ്പായിരുന്നു, ഹിന്ദുത്വ ഒറ്റ ബ്ലോക്കായിട്ടിരുന്നത്. ശ്യാം പ്രസാദ് മുഖർജിയുടെ മേധാവായി, പിന്നെ അദ്ദേഹം മന്ത്രിയായി. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പോ ആ ബംഗാൾ എങ്ങനെ മാറി? അതാണ് പുരോഗമന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഇടപെടൽ. തുടർച്ചയായ തൊഴിലാളി പോരാട്ടങ്ങൾ, മതനിരപേക്ഷ നിലപാട്, മതധ്രുവീകരണത്തിനെതിരെയുള്ള സമീപനം, അതിനുശേഷം ഭരണത്തിന്റെ ഭാഗമാകുന്നത്, അതിനുശേഷം ഭരണത്തെ നയിക്കുന്നത്. ആ ഘട്ടത്തിലാണ് 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും വർഗീയ കലാപങ്ങളിൽപ്പെട്ട് വല്ലാതെ വീണപ്പോൾ ഒരു കലാപവും നടക്കാതിരുന്ന സംസ്ഥാനങ്ങളിലൊന്ന് പശ്ചിമ ബംഗാളാണ്. ഡെമോഗ്രഫി, സാമൂഹിക ഘടന അനുസരിച്ചുകൊണ്ട് അത്തരം വർഗീയ കലാപങ്ങൾക്കുള്ള ഒരിടമായി വേണമെങ്കിൽ ബംഗാളിനെ മാറ്റാമായിരുന്നു. അങ്ങനെ ബംഗാൾ മാറാതിരുന്നത് ഇടതുപക്ഷത്തിന്റെ ആ ഇടപെടലും അത് സൃഷ്ടിച്ച ഒരു സാമൂഹ്യ ബോധവുമാണ്. എന്നാൽ ഇടതുപക്ഷം ഭരണത്തിലിരുന്ന് അങ്ങ് ദുഷിച്ചുപോയി. അതുകൊണ്ട് ഒന്ന് മാറിയാൽ ഇവർ നന്നാകും എന്ന ഇവിടത്തെ പ്രചാരവേല പോലെ തന്നെ അവിടെയും ഒരു നല്ല മഹാശ്വേതാദേവി, ഇവിടെ ചില നൃത്യ പോലെ മഹാശ്വേതാദേവിയെ പോലെയുള്ള വലിയ സ്വീകാര്യതയുള്ള സാഹിത്യകാരികളെല്ലാം മുൻപിൽ നിന്നു. വിശാല മടവിൽ സഖ്യം വന്നു. ആ വിശാല മടവിൽ സഖ്യം ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി, മറുവശത്ത് ഇപ്പോ BJPക്ക് ഒപ്പം നിൽക്കുന്ന ആളുകൾ, മാവോയിസ്റ്റുകൾ, സാഹിത്യകാരന്മാർ, എല്ലാവരും ചേർന്നുള്ള ഒരു വിശാല മഴവിൽ സഖ്യം, അതാണ് CPMന്റെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം ധ്രുവീകരണത്തിന് ശക്തിപ്പെട്ടു. മമതാ ബാനർജി തന്റെ അധികാരം നിലനിർത്താനായി മറ്റു പല രീതികൾക്കൊപ്പം തന്നെ മുസ്ലിം താൽപര്യങ്ങളെ വർഗീയതമായി ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. നേരത്തെ നല്ല രീതിയിലുള്ള ഒരു ഐക്യം ഉണ്ടായിരുന്നിടത്ത് ഈ ധ്രുവീകരണത്തിലേക്ക് എത്തി. അപ്പൊ എങ്ങനെയാണോ ന്യൂനപക്ഷ വർഗീയതയെ മമത ഉപയോഗിക്കാൻ തുടങ്ങിയത്, അതിനെ കൗണ്ടർ നരേറ്റീവായി BJP വളരെ ശക്തമായി അവിടെ ഹിന്ദുത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയുടെ താല്പര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇതാണ് രണ്ടായി ഭിന്നിക്കുമ്പോഴേക്ക് എത്തിയത്. എന്നാൽ ഒരു തവണ മാറിയാൽ ഇവരാകെ നന്നാകുമെന്ന് വല്ലാതെ സ്നേഹിച്ച് പ്രചരണത്തിൽ ഇറങ്ങിയവരാരും ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ തോറ്റിട്ട് ഇവരെങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തണമെന്ന് പറഞ്ഞ് പ്രസ്താവനകളൊന്നും ഒപ്പിട്ടതായിട്ടും കണ്ടില്ല. അപ്പൊ അവര് 1 തവണ 2 തവണ 3 തവണയായിട്ടും ഇന്ന് മാറാം, അന്തരീക്ഷാകെ മാറി, ബംഗാളിന്റെ ചിത്രമാകെ മാറിയിട്ടും അവരൊന്നും പ്രസ്താവനകളായിട്ട് രംഗത്ത് വന്നു. ഇപ്പോഴും കേരളത്തിലും പുതിയ പ്രസ്താവനകളൊന്നും അധികം കാണുന്നില്ല. PMC വരുമ്പോഴൊന്നും അധികം പ്രസ്താവനകൾ കേരളത്തിലും കാണുന്നില്ല. ഇത് ഗൗരവമായി തന്നെ ബംഗാളിന്റെ അനുഭവം നമ്മൾ കണ്ടുകൊള്ളണം. അപ്പൊ ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട്
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു. എണ്ണം പാർലമെന്റിനകത്ത് ഒരു കാലത്ത് നന്നായി ഉണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വഹിച്ച പങ്ക്, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന സമീപനങ്ങൾ, എപ്പോഴും മതനിരപേക്ഷമായ നിലപാട്, ഇത് പ്രധാനപ്പെട്ടതായിരുന്നു. മതനിരപേക്ഷത, മതേതരത്വം, രണ്ട് വാക്കുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. VMSനോട് ഒരിക്കൽ ചോദിച്ചു, ഇത് ഏതാണ് ശരി? സെക്യുലറിസം എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം, മലയാള പരിഭാഷ, ഇത് രണ്ടും വലിയ കുഴപ്പമില്ലാത്തതാണ്. ഷിയം പറഞ്ഞ മറുപടി, നിങ്ങൾ മതേതരത്വം എന്ന് ഉപയോഗിക്കുമ്പോൾ മതത്തിനിതരമായ ഒന്ന് എന്നൊരു അവബോധം രൂപം കൊള്ളും. മതേതരത്വത്തിൽ മതവിശ്വാസിക്ക് ഇടമില്ല എന്ന ചിന്തയുണ്ടായെന്ന് വരാം. അതുകൊണ്ട് മതനിരപേക്ഷത എന്നതാണ് ശരി എന്ന് EMS പറയുകയുണ്ടായി. വ്യാകരണത്തിൽ പറഞ്ഞത് ശരിയുണ്ടാവും. ഇപ്പൊ ഞങ്ങൾ പണ്ട് പറയും മാതൃഭൂമി ആഗോളീകരണം എന്ന് എഴുതാം, ദേശാഭിമാനി ആഗോളവൽക്കരണം എന്ന് എഴുതാം. ഗ്രാമാറ്റിക്കൽ നോക്കുമ്പോൾ ചിലപ്പോൾ മാതൃഭൂമി നല്ല ഗ്രാമർ നോക്കുന്ന വ്യാകരണ സിദ്ധാന്തക്കാരാണ്. നമ്മുടെ രാഷ്ട്രീയമാണ്, ഓരോ വാക്കും രാഷ്ട്രീയ ഉള്ളടക്കം ഉണ്ടാവും. ആഗോളീകരണം എന്ന് കേൾക്കുമ്പോൾ പെട്രോളിന് വില കൂടിയെന്ന് പറയുമായിരിക്കും. രാവിലെ എഴുന്നേറ്റ് പെട്രോളിന് തോന്നിയിട്ട് കൂടിപ്പോയതാണല്ലോ. ആഗോളവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ പെട്രോളിന് വില കൂട്ടിയെന്ന പോലെ ആയിരിക്കും. അതിന്റെ കർത്താവുള്ള കർമ്മമാണ്. ആഗോളീകരണം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് തോന്നുന്നു. ആഗോളവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ആരും അടിച്ചേൽപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇതാണ് ഓരോ വാക്കും ഗ്രാമറുകൾക്കകത്ത് മാത്രമല്ല, വ്യാകരണത്തിൽ മാത്രമല്ല വാക്കുകൾ, പ്രയോഗങ്ങൾ നിൽക്കുന്നത്. അതിന് കൃത്യമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഉള്ളടക്കമുണ്ട്. അപ്പൊ മതനിരപേക്ഷത, യഥാർത്ഥത്തിൽ മതനിരപേക്ഷത എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുമ്പോൾ ജോർജ് ജേക്കബ് ഹോളിയത്ത് ഉപയോഗിക്കുന്ന, ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ അർത്ഥം ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥമായിരുന്നില്ല. മതാതീത ആത്മീയത, മതാതീത ധാർമ്മികത, ഇതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ സെക്യുലറിസം എന്ന വാക്ക് കോയിൻ ചെയ്യുമ്പോൾ അദ്ദേഹം കണ്ട അർത്ഥം എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡിബേറ്റുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ വ്യാഖ്യാനങ്ങൾ കാണാം. അതിലൊന്ന്, മതം മറ്റ് കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. ഭരണം, മതേതരമായ കാര്യങ്ങളിലൊന്നും മതം ഇടപെടാൻ പാടില്ല. ഇതാണ് ശരിയായ ഒരു നിർവചനമായി വികസിച്ചത്. രാജാവിനുള്ള രാജാവ്, സീസറിനുള്ള സീസറിനും, ദൈവത്തിനുള്ള ദൈവത്തിനും, ഇതായിരുന്നല്ലോ പിന്നീട് വന്നിട്ടുള്ള വ്യാഖ്യാനം. എന്നാൽ S. രാധാകൃഷ്ണന്റെ വ്യാഖ്യാനം അങ്ങനെയായിരുന്നില്ല. എല്ലാ മതങ്ങളോടും തുല്യമായ അകലം പാലിക്കുക, അല്ലെങ്കിൽ തുല്യമായ അടുപ്പവും പാലിക്കാം. എല്ലാവരും ഒരേപോലെ ആയിരിക്കണം. അപ്പൊ അതോടുകൂടി ആദ്യത്തെ നിർവചനം മാറി. ആദ്യത്തെ നിർവചനം മതത്തിന്റെ കാര്യങ്ങൾ മാത്രമാണ്. മതം കൈകാര്യം ചെയ്യുന്നത് ഇഹലോകവുമായി ബന്ധപ്പെട്ട് പരലോകത്തെ കാര്യങ്ങളാണ്. ഇഹലോകത്തെ കാര്യങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും, ഇവിടുത്തെ കാര്യങ്ങൾ. അതിനുശേഷമുള്ള കാര്യങ്ങൾ മതം കൈകാര്യം ചെയ്യും. ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. പക്ഷെ ഭരണഘടനയിൽ പിന്നെ ഇതിന്റെ തുല്യമായ അവകാശം കൂടി ഉറപ്പിച്ചുകൊണ്ടാണ് ഭരണഘടന നിൽക്കുന്നത്. തുല്യമായി ഒരു അകലം പാലിച്ചുകൊണ്ടുള്ള അവകാശമാണ് പ്രയോഗത്തിൽ വന്നിട്ടുള്ളത്. ഇർഫാൻ ഹബീബ് പറയുന്നത് മതേതരത്വത്തിന്റെ ഈ നിർവചനമാണ് യഥാർത്ഥത്തിൽ വർഗീയതയ്ക്കുള്ള വാതിൽ തുറന്നിട്ടതെന്ന്. മതേതരത്വത്തിന്റെ ഈ നിർവചനമാണ് വർഗീയതയ്ക്കുള്ള വാതിൽ തുറന്നിട്ടത്. അദ്ദേഹത്തിന്റെ പിതാവും ചരിത്രകാരനാണ്. എന്റെ പിതാവും നെഹ്റുവും ഒന്ന് കരുതിയതുപോലെയല്ല പ്രയോഗത്തിൽ പിന്നീട് വന്നതെന്ന് ഇർഫാൻ ഹബീബ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ എല്ലാ മതങ്ങളോടും സുപ്രീം കോടതിയുടെ അതിമനോഹരമായ ജഡ്ജിമെന്റ് ഒരു ഭാഗമുണ്ട്. മതവിശ്വാസം എന്നുള്ളത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായ ഒരു കാര്യം മാത്രമാണ്. ഇന്ന് അങ്ങനെ വിധി ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. വളരെ മനോഹരമായൊരു പ്രയോഗമാണ്. വിശ്വാസം എന്നുള്ളത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അങ്ങേയറ്റം സ്വകാര്യമായൊരു കാര്യമാണ്. വേറെ ആർക്കും അവിടെ ഇടമില്ല, അതിന് വേറെ എങ്ങും ഇടമില്ല. ഇതാണ് ആ വ്യാഖ്യാനം കൊണ്ട് സുപ്രീം കോടതി ഉദ്ദേശിച്ചത്. നമ്മുടെ പ്രയോഗത്തിൽ എല്ലാ മതങ്ങളോടും ഒരു തുല്യ അകലം, തുല്യ അടുപ്പം എന്നതിലേക്ക് എത്തി. അപ്പൊ വർഗീയത ഈ ഭാഗങ്ങളെല്ലാം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ആധിപത്യം സ്ഥാപിച്ചത്. അതിനെ പ്രതിരോധിക്കുന്നതിൽ ഇടതുപക്ഷത്തിന്റെ ഈ മതനിരപേക്ഷ നിലപാട് പ്രധാനപ്പെട്ട പങ്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വഹിച്ചിട്ടുണ്ട്. വർഗീയത എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു, വിശ്വാസവും വർഗീയതയും എങ്ങനെ നിൽക്കുന്നു, ഇതാണ് എന്റെ അടുത്ത പോയിന്റ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഒരു ഭാഗത്ത് സൂചിപ്പിച്ചു, മതവിശ്വാസത്തിന്റെ കടുത്ത ശത്രുവാണ് യഥാർത്ഥത്തിൽ
വർഗീയത. പക്ഷെ മതത്തിന്റെ രാഷ്ട്രീയ പ്രയോഗമാണ്, മതത്തെ മുഖംമൂടിയായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഈ മതത്തെ എല്ലാവരും ഉപയോഗിക്കും. അതിന് വളരെ സമർത്ഥമായ എല്ലാ ഉപകരണങ്ങളെയും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നവഫാസിസത്തെ കുറിച്ച് ആദ്യ ഭാഗത്ത് വിശദീകരിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അടിച്ചമർത്തിക്കൊണ്ട് മാത്രമല്ല ഇവർ ആധിപത്യം സ്ഥാപിക്കുന്നത്. ഹെജിമണി, ഗ്രാംഷി വായിച്ചവർക്ക് ഹെജിമണി എങ്ങനെയാണ് ഈ അധീശത്വം നിലനിർത്തുന്നത്? ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റായ ലൂയിസ് അൽത്തൂസർ ഈ ആധിപത്യം നിലനിർത്തുന്നതിന് 2 തരത്തിലുള്ള ഉപകരണങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ലെനിന്റെ ഭരണകൂട കാഴ്ചപ്പാടിനെ വികസിപ്പിച്ചുകൊണ്ടാണ് അൽത്തൂസർ ആ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന് OSA, മറ്റൊന്ന് ISA, ഒപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്, അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണങ്ങൾ. 2 ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, പ്രത്യയശാസ്ത്ര ഭരണകൂട ഉപകരണങ്ങൾ. അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണം കോടതി, പോലീസ്, പട്ടാളം, ജയിൽ, നീതിന്യായ വ്യവസ്ഥ, സർക്കാർ, ഇതെല്ലാം അടിച്ചമർത്തുന്ന ഭരണകൂട ഉപകരണങ്ങളാണ്, ഒപ്രസീവാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ അടിച്ചമർത്തുന്നുണ്ടെന്ന്. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്, വിദ്യാഭ്യാസം, മാധ്യമം, ഇതെല്ലാം തന്നെ ട്രേഡ് യൂണിയനുകൾ, ഭരണവർഗ ട്രേഡ് യൂണിയനുകൾ. അൽത്തൂസർ പറയുന്നുണ്ട് ഭരണവർഗ രാഷ്ട്രീയ പാർട്ടികൾ, ഇതിനകത്തും നിന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നൊരു ബോധം രൂപപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസം, ഭാവി തലമുറയെ വാർത്തെടുക്കുക ചെയ്യുക, വാർപ്പിനകത്താണ്. ആ വാർപ്പ് ഈ സമ്മതത്തിന്റെ വാർപ്പാണ്. അതേപോലെ തന്നെ മാധ്യമം, ഇപ്പോഴത്തെ ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രത്യയശാസ്ത്ര ഉപകരണം മാധ്യമവും, അതിൽ സാമൂഹ്യ മാധ്യമവും ദൃശ്യമാധ്യമങ്ങളുമാണ് ഇപ്പോഴത്തെ. അവരാണ് ഈ ഹെജിമണി ഒരു പ്രധാനപ്പെട്ട ഒന്നായി നിലനിർത്തുന്നത്. ഇതിനെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ BJPക്ക് ഇന്ത്യൻ ഭരണത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ, ഇപ്പോഴത്തെ ഈ തുടർച്ചയായ ഭരണമൊന്നുമല്ല, ദിവസങ്ങളുടെ ആകാം, മാസങ്ങളുടേതാകാം, എപ്പോഴൊക്കെ BJP ഇന്ത്യയുടെ ഭരണത്തിൽ ഇടപെടാൻ അവസരം കിട്ടിയിട്ടുണ്ടോ അപ്പോഴെല്ലാം കൾച്ചർ, എഡ്യൂക്കേഷൻ, പിന്നെ അത് HRDI, ഈ വകുപ്പുകൾ BJP തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഹെജിമണി, ഗ്രാംഷിയൊക്കെ നമ്മളാണ് പഠിപ്പിക്കുന്നതെങ്കിലും ശരിക്കും മനസ്സിലാക്കി പ്രയോഗിക്കുന്നത് അവരാണെന്ന് കണ്ടോളണം. പലതരത്തിലുള്ള സ്ഥാപനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട് സെക്രട്ടറിയുടെ ഒരു ശ്രദ്ധേയമായ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അണ്ണാമലെ പുതിയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് 2500 സംഘടനകളുണ്ട് RSSന്, ഇത് 2501 കൂട്ടിയാൽ മതി. ഈ 2500 പോകാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ്. ഇപ്പൊ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അന്ന് ഔട്ട്ലുക്ക് മാഗസിൻ ഉണ്ട്, ഇപ്പൊ ഒരു ഡിജിറ്റൽ ഫോം മാത്രമേ ഉള്ളൂ. ആ മാഗസിനാണ് അന്ന് എങ്ങനെയാണ് സംഘം RSS പ്രവർത്തിക്കുന്നത്, എന്തെല്ലാം ഉപകരണങ്ങൾ. അപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോയതെന്നാണ്. വനവാസി കല്യാൺ പരിഷത്ത്, പൂർവ്വസേനാ സേവ പരിഷത്ത്, അഖില വിദ്യാർത്ഥി പരിഷത്ത്, ഇങ്ങനെ എല്ലാ മേഖലയിലും എത്ര കൈകളുണ്ട്, എങ്ങനെ പ്രവർത്തിക്കുന്നു. ഇത് അന്ന് ഒരു 10-30 കൊല്ലം മുമ്പ് ഔട്ട്ലുക്ക് ഈ RSSന്റെ ഈ രൂപങ്ങളെ അവർ മുന്നോട്ട് കൊണ്ടുവരികയുണ്ടായി. ഇപ്പൊ അതൊന്നുകൂടി വിപുലപ്പെട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഉപകരണം കൾച്ചർ പ്രധാനമാണ്. സാംസ്കാരികമായ മണ്ഡലത്തിൽ എങ്ങനെ ഇടപെടാൻ പറ്റും? ഒരു ബോധരൂപീകരണത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കെന്ത്? ലാലാ ലജ്പത് റായ് അദ്ദേഹത്തിന്റെ അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാം നല്ല രീതിയിൽ സ്നേഹത്തോടെ വളരുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നു. നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോ അന്ന് പഠിപ്പിച്ച പാഠങ്ങൾ മുസ്ലിമിന് ശത്രുവായി കാണുന്ന ഒരു ബോധത്തിലേക്ക് എത്തിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം മുസ്ലിം ഇന്ത്യയിൽ തന്നെ ജനിച്ച് ഇന്ത്യയിൽ തന്നെ വളർന്നവരാണെങ്കിലും മുസ്ലിമാണ് ഭരിക്കുന്നതെങ്കിൽ അതിനെ വിദേശ ഭരണമെന്നാക്കി. അവരെല്ലാം ജനിക്കുകയും വളരുകയും ഒക്കെ ചെയ്തത് ഇവിടെ തന്നെയാണ്, പക്ഷെ മുസ്ലിം ആയിപ്പോയി എന്നതുകൊണ്ട് അത് വിദേശ ഭരണമായി. ഇങ്ങനെയുള്ള ആഖ്യായികൾ, സിനിമകൾ, സീരിയലുകൾ, രാമായണം, മഹാഭാരതം, മലയാളത്തിലെ സിനിമകൾ, എല്ലായിടത്തും ഇതുവഴി രൂപം കൊള്ളുന്ന മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് അതാണല്ലോ. നമ്മുടെ തിരുത്തുന്നുള്ള NS മാധവന്റെ തർക്കമന്ദിരം എന്നാണ് അത് വെട്ടിയിട്ടാണല്ലോ ബാബറി മസ്ജിദ്. തർക്കമന്ദിരം നിങ്ങൾ എഴുതിയാൽ തർക്കമുള്ളതാണ്, തകർക്കപ്പെട്ടാൽ വലിയ കുഴപ്പമില്ല, തകർക്കപ്പെടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല, തർക്കമുണ്ടല്ലോ.
തർക്കത്തിൽ ചിലപ്പോൾ തകർന്നേക്കാം. അപ്പൊ നിങ്ങൾ തുടർച്ചയായി തർക്കമന്ദിരം എന്ന് വായിച്ചുകൊണ്ടിരുന്നൊരു സംവിധാനം, പള്ളിയാകാം, വേറെ കെട്ടിടാകാം, അതൊരു ദിവസം തകർന്നു അല്ലെങ്കിൽ തകർക്കപ്പെട്ടു എന്ന് പറയുമ്പോ ഒരു സ്വാഭാവിക പ്രക്രിയയല്ലേ. തർക്കം ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒത്തിരി കൂടി പോയിട്ടുണ്ടാവും തർക്കം. ഇതാണ് ഈ ബോധരൂപീകരണമാണ്, ഇതാണ് പ്രധാനപ്പെട്ടത്. ഇതിന് വിശ്വാസ പരിസരത്തെ സമർത്ഥമായി ഉപയോഗിക്കുന്നു. പിന്നത്തെ ചുരുക്കം, ഇന്നത്തെ കേരള അന്തരീക്ഷം നിങ്ങൾ നോക്കൂ. ആരാധനാലയങ്ങളിലെല്ലാം പഴയ സ്വഭാവമല്ലേ ഇപ്പോൾ ഉള്ളത്. പണ്ട് പോകുന്നത് ഒന്നെങ്കിൽ ദീപാരാധന തൊടാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നമസ്കരിക്കാനൊക്കെ പോകണമെങ്കിൽ ഇപ്പൊ ചിത്രം മാറി തുടങ്ങി. ചിലർ രാവിലെ പോയാൽ രാത്രിയാണ് വരുന്നത്. പ്രാതൽ അവിടെ ഉണ്ടാവും, ഉച്ചഭക്ഷണം ഉണ്ടാവും, പ്രഭാഷണം വൈകിട്ടുണ്ടാവും, ആഴ്ചയിലോ മാസത്തിലോ ഒരു തീർത്ഥാടന യാത്ര ഉണ്ടാവും, അതിലെല്ലാം സ്ക്രീനിങ് ഉണ്ടാവും, ടെലിവിഷൻ ഉണ്ടാവും, അതിലൂടെ എല്ലാം. അപ്പോ നോക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊരു ഉച്ച സമയത്തൊരു പള്ളിയിൽ പോയി. ഉച്ച സമയത്ത് ആരും ഉണ്ടാവില്ല, കുർബാനയൊക്കെ രാവിലെ കഴിയില്ലേ. അപ്പോ അച്ഛനെ കണ്ടിറങ്ങുമ്പോൾ പറഞ്ഞല്ല, കുറച്ചുപേർ അകത്തുണ്ടിട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പള്ളിക്കകത്ത് കുറെ സ്ത്രീകളിരിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വേദവസ്തം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെങ്ങനെയാ? ഞങ്ങൾ എല്ലാ ദിവസവും വരും. ഒരാൾ വായിക്കും, ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. പിന്നെ സ്വയം സഹായ സംഘങ്ങൾ, സംരംഭങ്ങൾ, നമ്മൾ തുടങ്ങിയ സംരംഭം കുറച്ച് അവർ തുടങ്ങിയിട്ടുണ്ട്. സംരംഭങ്ങൾ, ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഇടപെടാൻ തുടങ്ങുന്നു. സാമ്പത്തിക ജീവിതം, സാംസ്കാരിക ജീവിതം. നേരത്തെ വിശ്വാസപരമായ തലങ്ങളിൽ നിന്നവർ, അത് ഏത് മതമാകാം. പിന്നെ മതാത്മകത ശക്തിപ്പെടുത്തുന്നു. അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, എല്ലാ മതത്തിലും ഇത് ശക്തിപ്പെടുത്തുന്നു. ഇതെല്ലാം ബോധപൂർവം വർഗീയത നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. എന്നാൽ നിങ്ങളതിനെ തൊടുമ്പോഴോ, നിങ്ങളതിനെ തൊടുമ്പോ വർഗീയതയ്ക്കല്ല എതിര്, വിശ്വാസത്തിനെതിരാണെന്ന് വരും. നിങ്ങൾ മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ മുസ്ലിമിനെതിരായി, നിങ്ങൾ BJP വിമർശിച്ചാൽ ഹിന്ദുവിനെതിരായി, നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി വിമർശിച്ചാൽ അത് മുസ്ലിമിനെതിരായി. ഈ ഒരു വ്യാഖ്യാനം വളരെ ശക്തമായി കൊണ്ടുവരുന്നു. ഇതിനെങ്ങനെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്? യഥാർത്ഥത്തിൽ ഓരോ വളരെ സൂക്ഷ്മമായ പ്രക്രിയയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, BJP 3 സീറ്റ് വിജയിച്ചു, 6 സീറ്റിൽ 2ാം സ്ഥാനത്താണ്. BJPക്ക് ഇപ്പോ കിട്ടിയിരിക്കുന്ന വോട്ട് അവിടെ ശരിക്കും വോട്ടല്ല. 3 സീറ്റ് വിജയിച്ചിട്ടും 15ൽ കിട്ടിയ, എന്നിട്ട് മോഡി അധികാരത്തിൽ വന്ന ശേഷം തൊട്ട് പുറകെ കടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ടേ ഇപ്പോഴും കിട്ടിയിട്ടുള്ളൂ. 19% അധികം വോട്ട് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 3 സീറ്റ് ജയിച്ചിട്ടുണ്ട്. നഗരങ്ങളിലെല്ലാം BJP ശക്തിപ്പെടുന്നു. അത് വിശ്വാസ പരിസരത്ത് ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ ഈ പുതിയ നവലിബറലിസം സൃഷ്ടിക്കുന്ന വ്യാമോഹങ്ങൾ, അത് സൃഷ്ടിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥ, അവനവനിലേക്കുള്ള ഒരു ചുരുങ്ങൽ, ഇതിനെല്ലാം വളരെ സമർത്ഥമായി ഉപയോഗിക്കാൻ വിശ്വാസത്തിന് കഴിയുന്നു. വർഗീയത അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു. ഇതാണ് പ്രധാനം. ഇന്നത്തെ കാലം പുതിയ തലമുറ ആകെ കുഴപ്പമാണെന്ന് കരുതേണ്ടതില്ല. കുറെ പൊളിറ്റിക്കലാണ്. നമുക്ക് അവരോട് ഉള്ള കണക്റ്റിൽ മാത്രമേ പ്രശ്നം കാണേണ്ടതുള്ളൂ. നമ്മുടെ കണക്ട് കുറച്ച് പ്രശ്നമാണെന്നുള്ളൂ. അവര് പുതിയ തലമുറ കുറെ കൂടി പൊളിറ്റിക്കലായി പല പ്രശ്നങ്ങളിലും. ഇപ്പൊ ജെൻഡർ ഇഷ്യൂ പഴയ തലമുറയേക്കാൾ കുറെ കൂടി ഇതാണ്. പിന്നെ നിങ്ങൾ ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കുട്ടികൾ പറയും, കറുത്ത ആളെന്ന് പറഞ്ഞ അപ്പൊ കുട്ടി അപ്പോ അവർ പറയും ബോഡി ഷേമിങ് പറ്റില്ല. മുടന്തൻ ന്യായം എന്ന് പറഞ്ഞ കുട്ടികൾ പറയും അത് ശരിയായില്ല എന്ന് പറയും. അപ്പൊ നമ്മളൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞു പോതിയും വളരെ പൊളിറ്റിക്കലി അവർ കുറെ കൂടി ജാഗ്രതയുള്ളവരാണ്. പക്ഷെ നമ്മുടെ കണക്ട് കുറയുന്നുള്ള. ഞാൻ അവസാനം അതിലേക്ക് കൂടി നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങളുടെ അതിലേക്ക് വരാം. ഈ ബിപിൻ ചന്ദ്ര ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ 2-3 വാക്കുകൾ ഉപയോഗിക്കാനേ പാടില്ല എന്നാണ്. ഒന്ന് കാവി, മറ്റൊന്ന് സംഘപരിവാരം, പിന്നൊന്ന് ഹിന്ദുത്വം. നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഡോക്യുമെന്റ്സിൽ. അദ്ദേഹത്തിന്റെ അഭിപ്രായം, വളരെ പ്രഗത്ഭനായ ചരിത്രകാരനും ജീവിതം മുഴുവൻ ഈ വർഗീയ വളർച്ചയ്ക്കെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ പുസ്തകം BJP നിരോധിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് കാവ്യം എന്ന് കേൾക്കുമ്പോൾ വേറൊരു പരിത്യാഗത്തിന്റെ ഇത് വരും. അപ്പൊ നിങ്ങൾ കാവ്യവൽക്കരണം എന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ? പിന്നെ എന്താ ഇവരിങ്ങനെ പറയുന്നത്? ഒരു പരിത്യാഗമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കലായിരിക്കില്ലേ ഈ കാവ്യവൽക്കരണം? ഹിന്ദുത്വ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ വേർഡാണ്. അതുകൊണ്ട് പല പാർട്ടി കോൺഗ്രസിൽ തന്നെ ഈ ഭേദഗതികളുടെ ചർച്ചയിൽ ഒരു ഡിബേറ്റിംഗ് പോയിന്റ് ആയിരുന്നു ഒരു ഘട്ടത്തിൽ, കമ്മ്യൂണൽ ഹിന്ദുത്വ. അങ്ങനെ അപ്പൊ ഹിന്ദുത്വ ആ വാക്ക് തന്നെ കമ്മ്യൂണലാണ്. സവർക്കറാണ് അത് ആദ്യമായി കോയിൻ ചെയ്യുന്നത്.
ഹിന്ദുത്വമുള്ളത്. പക്ഷെ പ്രയോഗത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് ബിപിൻ ചന്ദ്രയുടേത്. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദു വർഗീയത എന്ന് പറഞ്ഞോളൂ, ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുവിന്റെ എല്ലാ താല്പര്യങ്ങൾക്ക് എതിരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. കറക്റ്റ് പൊളിറ്റിക്കൽ കണ്ടന്റ് ഉണ്ടെങ്കിലും കേൾക്കുന്ന ആളുകളൊന്നും പൊളിറ്റിക്കലായിട്ട് അത്ര കറക്റ്റ്നെസ് ഉള്ള വാക്കൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആളുകളല്ല കേൾക്കുന്നത്. അവർ വിശ്വാസ പരിസരത്ത് മിക്കുന്നവരെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നമ്മൾ പക്ഷെ ഉപയോഗിക്കുമ്പോൾ പരിവാര ഒരു കുടുംബമാണ്. കുടുംബത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ബോണ്ടിങ് നമ്മുടെ ഇന്ത്യൻ മനസ്സിലുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇത് എതിർക്കുമ്പോൾ, വർഗീയതയുടെ എതിർക്കുമ്പോൾ സൂക്ഷ്മമായി തന്നെ ഇടപെടേണ്ടതുണ്ട്. അത് ദൈർഘ്യമേറിയ പ്രക്രിയയാണെന്ന് കാണണം. ഇന്നത്തെ കേരള സാഹചര്യം ഈ ദൗത്യത്തെ കുറെ കൂടി ഗൗരവമുള്ളതാക്കി മാറ്റുന്നു. കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെടുന്ന ഒരു ഇടമാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഘടന, വർഗഘടന പഴയ പോലെയല്ല. ഇപ്പോ നിങ്ങളിൽ കാർഷിക വൃത്തി മാത്രം അടിസ്ഥാനമായി ജീവിക്കുന്ന എത്ര പേരുണ്ട്? കൃഷി മാത്രം നടത്തി ജീവിക്കുന്നവർ ഒരാളേ ഉള്ളൂ. കർഷക സംഘത്തിൽ മെമ്പർഷിപ്പ് വന്നതിനുണ്ടാവും. കർഷക വർഗം എവിടെ നിൽക്കുന്നു? പാർട്ട് ടൈമായി. പിന്നെ മെമ്പർഷിപ്പിന് കുഴപ്പമില്ലായിരുന്നു. വെണ്ടയ്ക്ക് നട്ടാലും മെമ്പർഷിപ്പ് കൊടുക്കാന്നാണ് അവർ കണ്ടേക്കുന്നത്. അതുകൊണ്ട് മെമ്പർഷിപ്പിനെ കുറ്റം പറയുന്നില്ല. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. എല്ലാ കൃഷിക്കാരെയും കൊണ്ടുവരിക ഒരു കണക്ഷൻ ആണല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ വർഗം എന്ന് നോക്കുമ്പോ പഴയ പോലെ കർഷക വർഗമില്ല, ചുരുങ്ങി. കർഷക തൊഴിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഏതെങ്കിലും തൊഴിലാളിയുണ്ടോ? ഇല്ല. ഉണ്ടാകാം കോഴിക്കോട്. പക്ഷെ പലരും പാർട്ട് ടൈമായി മറ്റ് നിർമ്മാണ തൊഴിൽ മറ്റു പലങ്ങളിലേക്കും പോയി. യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മളത്ര ആഴത്തിൽ പഠിക്കുന്നില്ല. മധ്യവർഗം വല്ലാതെ ശക്തിപ്പെടുന്നു. എമർജിംഗ് മിഡിൽ ക്ലാസ് പുസ്തകത്തിന്റെ പേരാണ്. 99 ശേഷം ഇന്ത്യയിൽ എങ്ങനെ മധ്യവർഗം ശക്തിപ്പെട്ടു എന്ന് പ്രതിപാദിക്കുന്ന പുസ്തകമാണ്. പക്ഷെ അതിവേഗതയിൽ മധ്യവർഗം ശക്തിപ്പെടുന്ന ഒരു നാടാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ നഗരവൽക്കരണം നടക്കുന്ന നാടാണ് കേരളം. രണ്ട് പ്രശ്നമുണ്ട് കേരളത്തിൽ. പ്രായമായവരുടെ എണ്ണം കൂടുതലുമാണ്, ചെറുപ്പത്തിന്റെ ഇതുമുണ്ട്. ഇതിനെങ്ങനെ നമ്മൾ അഭിസംബോധന ചെയ്യും? ഏത് രൂപങ്ങൾ ഉപയോഗിക്കും? എങ്ങനെയൊക്കെ മാറണം? ഇത് പ്രധാനപ്പെട്ടിട്ടു. ഈ മേഖലയിലാണ് പ്രധാനമായിട്ടും മധ്യവർഗത്തിന്റെ ഉത്കണ്ഠകളെയും അവരുടെ വ്യാമോഹങ്ങളെയും അസ്വസ്ഥതകളെയും ഒക്കെ നന്നായി ഉപയോഗിച്ചുകൊണ്ടാണ് BJP വളരാൻ ശ്രമിക്കുന്നത്. അതിന് പറ്റുന്ന പല സംവിധാനങ്ങളുണ്ടാവും. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാകാം, അല്ലെങ്കിൽ അതിന് തണല് നോക്കൂ. നമ്മളും പാലിയേറ്റീവ് ചെല്ലും. നമ്മൾ പാലിയേറ്റീവ് ചെന്നിട്ട് നേരെ ഈ മുറിവൊക്കെ ഒക്കെ വരും. അവര് പോകുമ്പോൾ ഒരാൾ കൂടെ ഉണ്ട്. ഇവര് ശുശ്രൂഷിക്കുമ്പോ ഇയാൾ വീട്ടുകാരായിട്ട് സംസാരിക്കുകയായിരിക്കും. അവിടെ സൗമ്യമായി ശാന്തമായി അവരോട് സംസാരിക്കുകയായിരിക്കും. അതിനിടയിൽ അവരുടെ സേവഭാരതി പോകുമ്പോഴെങ്ങനെയാണ്? നമ്മൾ കർമ്മം നിർവഹിച്ചു തിരിച്ചു പോരാണ്. അവർ ആശയപ്രചരണത്തിന് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ തലങ്ങളിൽ ഇടപെടുന്നു. ഇപ്പോ ചിലവര് പോലീസിനെ ഇവർ സംഘീവൽക്കരിച്ചു. സമൂഹത്തിൽ സംഘീവൽക്കരണം കൂടിയാൽ പോലീസിലുണ്ടാവും, ആനുപാതികമായി ഉദ്യോഗസ്ഥരിലുണ്ടാവും, എല്ലാ തലങ്ങളിലും ഉണ്ടാവും. എവിടെ നമ്മൾ തൊടണം? തൊടേണ്ട മേഖല ഏത്? ഇപ്പൊ സ്ത്രീകൾ, നമ്മുടെ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു, സ്ത്രീകൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാരികൾ അവരെല്ലാം വിശ്വാസ തലങ്ങളിലേക്ക് വരുന്നു. ഇവരെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹ്യ മാധ്യമമാണ്. സാമൂഹ്യ മാധ്യമത്തിൽ ഇടതുപക്ഷം ജീവിക്കുന്നത് കമ്മ്യൂണിനകത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൈമാറി ആസ്വദിക്കുന്ന കമ്മ്യൂണിനകത്താണ് നമ്മുടെ പ്രചാരവേലകൾ പ്രധാനമായിട്ടും. എന്നാൽ അവരുടെ പ്രചാരവേലകൾ കേന്ദ്രീകരിക്കുന്നത് ഓരോരുത്തരെയും മനസ്സിലാക്കി ടാർഗറ്റഡ് പ്രൊപ്പഗൻഡയാണ്. ടാർഗറ്റഡ് പ്രൊപ്പഗൻഡ എന്നുള്ളത് എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല. ദളിതന് കൊടുക്കുമ്പോൾ അതായിരിക്കില്ല ഈഴ വിഭാഗത്തിൽപ്പെട്ടവർ കൊടുക്കുക, അതായിരിക്കില്ല നായർ വിഭാഗത്തിൽ, അതായിരിക്കില്ല നമ്പൂരിക്ക് കൊടുക്കുക. ഈ സ്വത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പ്രചരണ രൂപങ്ങൾ അവർ ആവിഷ്കരിക്കുന്നത്. അവരുടെ ഡാറ്റ എല്ലാവരുടെ കയ്യിലുണ്ട്. ഈ യാത്രയിൽ ഒരു വഴി മാത്രമാണ് ഇപ്പോഴത്തെ UDF ഗവൺമെന്റ് എന്ന് കണ്ടുകൊള്ളണം. ഇപ്പൊ തന്നെ 3 സീറ്റ് വെച്ചിട്ടും 30 കിട്ടിയ ഭരിക്കുന്നു പറഞ്ഞാൽ 3 കിട്ടിയിട്ട് ഭരിക്കുന്നുണ്ട്. ഇപ്പോ ഇതൊരു അതിവേഗതയിൽ ആ പ്രക്രിയ, ഈ വർഗീയവൽക്കരണ പ്രക്രിയ ഇന്ത്യൻ ബോധത്തിൽ, കേരളീയ ബോധത്തിൽ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രധാന പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിൽ? മൈക്രോ പ്രവർത്തനങ്ങൾ എത്ര ചെറിയ ചെറിയ നമ്മുടെ വലിയ യോഗങ്ങളായിരിക്കും, മതനിരപേക്ഷ കൂട്ടായ്മകൾ. ഈ വരുന്നവരിൽ മഹാഭൂരിപക്ഷവും ആളുകൾ കൂട്ടമിറങ്ങുന്നവരായിരിക്കും. അവർ വന്നതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെ പരിഹരിക്കുക, അത്ര വേണ്ടിവരും, ഒരു പ്രൊപ്പഗൻഡ വേണ്ടിവരും. പക്ഷെ ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും വ്യക്തികളിലേക്കും എങ്ങനെ എത്താം, അതുവഴി ഓരോരുത്തരുമായിട്ട് കണക്ട് എങ്ങനെ ശക്തിപ്പെടുത്താം, അതിന് സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, പുതിയ പ്രചരണ രീതികൾ എങ്ങനെ ശക്തിപ്പെടുത്താം. ഒരു മതനിരപേക്ഷ സമൂഹമാണ് കേരളം എന്ന് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. നാം കാണേണ്ടത്, കേരളത്തിൽ ഇത്ര കാലമായി നമ്മൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഭരണം ഒരു 57, 59, 67, 69, 80, 82, 87, 91, പിന്നെ 96, 2001 ആദ്യം കാലാവധി പൂർത്തീകരിച്ചു, പിന്നെ മാറി വരുന്നു. ഇപ്പൊ തുടർച്ചയുണ്ടായി. ഏകദേശം 30 വർഷത്തോളം ഭരണത്തിലില്ലാത്തപ്പോൾ വളരെ സജീവമായി പാർലമെന്ററി മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ കേരളത്തിന്റെ ശക്തമായി നിൽക്കുന്ന ബോധം ഇപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയ ബോധമാണ്. എളുപ്പം മാറില്ല, അടിത്തറ നിൽക്കുമ്പോഴൊന്നും മാറില്ല. പക്ഷെ ഈ പ്രവർത്തനങ്ങളായിരിക്കും ഇത്രയെങ്കിലും നിർത്തുന്നതെങ്കിലും ഈ ബോധത്തെ മറികടക്കാവുന്ന രൂപത്തിൽ നമുക്ക് സാധ്യമായിട്ടില്ല. 59 എല്ലാവരും യോജിച്ചു, വിമോചന സമരം വന്നു. അന്ന് EMS പറഞ്ഞു, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട്, എന്തെങ്കിലും ഒരു പാഠം കേരള പരീക്ഷണം നൽകുന്നുണ്ടെങ്കിൽ അതിതാണ്. പാർലമെന്ററി സമരം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും ഭൂരിപക്ഷം കിട്ടിയാൽ ഭരിക്കുന്നതും വർഗസമരത്തിന്റെ ഒരു സവിശേഷ രൂപം മാത്രമാണ്. പാർലമെന്ററി സമരവും ഒന്നിച്ചു പോകുന്നതാണെങ്കിലും പാർലമെന്ററി സമരത്തിന് കീഴിലാണ് പാർലമെന്ററി സമരം. ഇതാണ് 57, 59 അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി കാഴ്ചപ്പാട് അവതരിപ്പിക്കുക. ഇത് ശരിയാണ്, നമ്മൾ പ്രയോഗത്തിൽ അത് അധികം വരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് കണക്റ്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, 96, 2001 ഇതാണ് കേരളത്തിൽ ആദ്യമായി കാലാവധി പൂർത്തീകരിച്ച ഗവൺമെന്റ്. CPM നേതൃത്വത്തിലോ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ്. 57 മുതലുണ്ടെങ്കിലും 96, 2001 മാത്രമേ നമുക്ക് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. ആ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയത്, 40 സീറ്റ്. ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കിയാൽ ഏറ്റവും കുറഞ്ഞ സീറ്റ് കിട്ടിയത് ഇടതു മുന്നണിക്ക് എന്നാണ്. അതിന് മുൻപ് 77 നമുക്കറിയാം 17 സീറ്റ് CPM-ന് കിട്ടി, 29 സീറ്റ് മുന്നണിക്ക് കിട്ടി. അത് ഏറ്റവും കുറഞ്ഞതാണ്. അതിവേഗതയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഭിന്നിപ്പിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിച്ചു. അങ്ങനെയാണ് 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണം. ആ ഭിന്നിപ്പിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഏറ്റവും കനത്ത തിരിച്ചടി കിട്ടിയിട്ടും 80 വീണ്ടും അധികാരത്തിലേക്ക് എത്തി. 2 വർഷം നീണ്ടു നിന്നുള്ളൂവെങ്കിലും വലതുപക്ഷ ശക്തികൾ പലതും തിരിച്ചുപോയെങ്കിലും ആ വലിയ തിരിച്ചടിയുടെ തകർന്ന ആത്മവിശ്വാസത്തെ പുനഃസ്ഥാപിക്കാൻ ആ നിലപാട് വളരെ സഹായകരമായിരുന്നു. അപ്പൊ 2001 എല്ലാ വലതുപക്ഷ ശക്തി ഏകോപിതമായി 40 സീറ്റിലേക്ക് ഒതുങ്ങി. 2006 നമുക്ക് തിരിച്ചു വരാൻ പറ്റി. ഇപ്പോ 35 നിൽക്കുന്നു. അന്നത്തേൽ നിന്ന് ഇന്നത്തെ വ്യത്യാസം എന്നുള്ളത്, അന്ന് 2 പേരേ ഉള്ളൂ. ഇന്ന് ഈ പറയുന്ന നവഫാസിസത്തിന്റെ രാഷ്ട്രീയ രൂപം പല തലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കി പുതിയ രൂപങ്ങൾ ആവിഷ്കരിക്കാൻ ഒരു ശക്തമായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയാലേ നവഫാസിസത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഇടതുപക്ഷം നേരിടുന്ന വെല്ലുവിളികളെ കേരളത്തിനകത്ത് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി.